الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും അതിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മളെല്ലാവരും അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അക്രമപരമായ ഒരു പള്ളി തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സു വേദനിക്കാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടാവും? വിശുദ്ധ ഖുർആനിനെ അവഹേളിക്കുന്ന രൂപത്തിൽ അതിനെ നശിപ്പിക്കാൻ, അതിനെ കത്തിക്കാൻ, പിച്ചു ചീന്താൻ അല്ലെങ്കിൽ കീറിക്കളയാൻ ഒരാൾ ബോധപൂർവം ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വേദനിക്കാത്ത മനസ്സുണ്ടാകുമോ? പരിശുദ്ധമായ ഇസ്ലാമിക ഗേഹങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് വേദനിച്ചു പോകാത്ത ഏതെങ്കിലും വിശ്വാസം? ദീനിനോടുള്ള ഒരു സ്നേഹമാണ്. ആ നസ്വീഹത്തുണ്ടല്ലോ, ആ ഗുണകാംശം, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് മറ്റൊന്നുമല്ല. എന്നാൽ ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ദീൻ പാലിച്ച് അതിന്റെ കണിശതയോടുകൂടെ ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടുമുണ്ട്. ആ ദീനി ജീവിതത്തെ, വിശ്വാസത്തെ, സംസ്കാരത്തെ നശിപ്പിക്കുവാനുള്ള നിഗൂഢമായ തന്ത്രപരമായ ശ്രമങ്ങൾ, നേർക്കുനേരല്ല, ആ ശ്രമങ്ങൾ വളരെ ശക്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ തന്നെ വീടുകളിൽ നിന്ന് ഉയരുന്ന ചില വാക്കുകളും വർത്തമാനങ്ങളും സംശയങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടല്ല, എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തു വരുമ്പോൾ അവരെല്ലാവരും ആ 4 മണിക്ക് ഗേറ്റ് തുറന്ന് പുറത്തു വരുമ്പോൾ ശരിക്കും ഇസ്ലാമികമായ വസ്ത്രധാരണത്തോടുകൂടെ മഫ്തയിട്ട് നല്ല വേഷങ്ങളോടുകൂടെ ഇറങ്ങുന്ന മനോഹരമായ കാഴ്ച ദീനീ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടത്. പക്ഷെ ക്രമേണ അതങ്ങനെ മാറി, ആ തട്ടം തോളിലേക്ക് ഇറങ്ങി ഇസ്ലാമികമായ വേഷങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോയി
ആണും പെണ്ണും തിരിച്ചറിയാത്തൊരു വേഷങ്ങളിലേക്കൊക്കെ മാനസികമായും ബാഹ്യമായും പരിവർത്തിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് വേദനയോടുകൂടെ നോക്കിക്കാണുന്നവരാണ് നമ്മളെല്ലാവരും. ഇതൊക്കെ ഒരു ബോധപൂർവമായ ശ്രമമാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കിയതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്നതിനിടയിൽ അല്പം ദീനിന്റെ കണിശതയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ നിർബന്ധിച്ചതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ, ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മതത്തിന് സ്വാധീനം കിട്ടുമ്പോൾ ആ മതമനുസരിച്ച് നാടിനെ മാറ്റാൻ ശ്രമിക്കുന്ന പോലെ തന്നെ മതവിരുദ്ധമായ കാഴ്ചപ്പാടുള്ളവർ അവിടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതവിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവോ എന്ന വേദന യഥാർത്ഥത്തിൽ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ അത്തരം ശ്രമങ്ങൾ വരുമ്പോൾ ആര് പ്രതികരിക്കണം? ഇസ്ലാമികമായിട്ടുള്ള പ്രബോധകന്മാർ പ്രതികരിക്കണം, ഇസ്ലാമിക സംഘടനകൾ പ്രതികരിക്കണം, ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രതികരിക്കണം. അത് പ്രതികരിക്കണമല്ലോ. അത് പ്രതികരിച്ചില്ലെങ്കിൽ എന്താണ്? പ്രതികരിച്ചില്ലെങ്കിൽ അതൊക്കെ ശരിയാണെന്ന് അംഗീകരിക്കപ്പെടുകയും അതൊക്കെ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കി പോവുകയും ചെയ്യുമെന്നാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇത് ഒന്നാണെങ്കിൽ അത് യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. അതായത് മ്യൂസിക് ഇട്ട് എല്ലാ കുട്ടികളും, കലാലയത്തിൽ വരുന്ന 1/2 കോടിയിലധികം വരുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവർ മതജാതി ഭേദമന്യേ അവരെന്ത് ചെയ്യണം? ഡാൻസ് കളിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം അതിന് മറ്റൊരു ചോയ്സ് കൊടുക്കാതിരിക്കും. ഇനി ഒരു മതപരമായിട്ടുള്ള തെറ്റും അതിലില്ലെന്ന് തന്നെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൂടെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇത് എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? ആരോഗ്യപരമായും ശാരീരിക അവസ്ഥ പ്രകാരമൊക്കെ എല്ലാവരും ഒരു ദിവസം ഒന്നിച്ചിറങ്ങിയിട്ട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഒരു സ്വാതന്ത്ര്യത്തിന്റെയും ഇഷ്ടത്തിന്റെയും പേരിൽ പറയാനെങ്കിലും സാധ്യതയില്ലേ ഒരു പൊതുവിദ്യാലയമാകുമ്പോൾ? അതുപോലും പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി വരുമ്പോൾ അല്പം ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതായത് വളരെ എളുപ്പമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ പറയുക, തിന്മയോടാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ. തെറ്റിനോടാണ് എല്ലാവർക്കും ഇഷ്ടം. മനുഷ്യന്റെ പ്രകൃതി തിന്മയ്ക്ക് എതിരാണെങ്കിലും ഏറ്റവും എളുപ്പം പോവാൻ നല്ലത് തിന്മയിലേക്കാണ്. നമുക്ക് നമ്മുടെ ഒരു കുട്ടി മോശമായൊരു ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിനൊരു ശ്രമവും നടത്തണ്ടല്ലോ. അവനെ ശ്രദ്ധിക്കാതെ വിട്ടാ മതി. എന്തൊക്കെ തോന്നിയാസങ്ങൾ നാട്ടിലുണ്ടോ അതിൻ്റെയൊക്കെ ആളായിട്ട് നമ്മളൊരു മോൻ ആയി വരാൻ നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവനോടൊന്നും ചോദിക്കാതെ എപ്പോ വന്നാലും എങ്ങനെ കയറി വന്നാലും എന്ത് ചോദിച്ചാലും അതിനൊന്നും ഒരു തടസ്സവും നിൽക്കാതെ ഒന്നാണ്ട് അനുവദിച്ചു കൊടുത്താൽ മതി. ഏത് തലത്തിലേക്കും നമ്മുടെ കുട്ടികൾ. എന്നാൽ നല്ലൊരു കുട്ടിയായി തീരണമെങ്കിലോ അവന്റെ കൂടെ നടന്ന് സ്നേഹത്തോടുകൂടെ ഉപദേശിച്ച് നന്നാക്കി എടുക്കേണ്ട വേണം. മനുഷ്യന് ദേഹേച്ഛകളോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രേമന്താരങ്ങൾ എന്റെ സ്വാതന്ത്ര്യം, എന്റെ വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് ലിബറലിസം, സ്വതന്ത്രവാദം. ഇന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ, അത് ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? നിങ്ങൾ വാപ്പയാകാം, ഗുരുനാഥനാകാം, ഉസ്താദാകാം. പക്ഷെ ഇന്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടത്. ഇന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടത്. അതാണ് നമ്മളെ കുട്ടികളുടെ മനസ്സ്. ഇന്റെ ഇഷ്ടം ഞാൻ ചെയ്യും എന്ന് ഓരോരുത്തരും പറഞ്ഞാൽ സുഹൃത്തുക്കൾ, അതോടുകൂടെ പിന്നെ ധാർമ്മികതയില്ല, മതമില്ല, സംസ്കാരമില്ല. അതാണ് പുതിയ മതം. ഓരോരുത്തരും അവനെ എന്റെ ഇഷ്ടം ചെയ്യണം, അതിലാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് പുതിയ മതം. ഇതൊന്നും പുതിയതല്ല സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നേരിട്ട് പറയുന്നുണ്ട്, വാനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. അള്ളാഹ് ഇറക്കിയതനുസരിച്ച് നീ അവരിൽ വിധിക്കാം. പടച്ചോൻ പറഞ്ഞതനുസരിച്ചാണ് അവരോട് നീ നടക്കാൻ വേണ്ടി പറയേണ്ടത്. വലാ തത്തബിഅ അഹ്വാഅഹും. അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റരുത്. ഒരു പറയണത് നീ കേൾക്കരുത്. നിനക്കൊരു പ്രമാണവും ഒരു നിയമമുണ്ട്, അതനുസരിച്ച് പോയാൽ മതി എന്നാണ്. വഹ്ദറുഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹ്. അല്ലാഹ് ഇറക്കിയ ചില നിയമങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ അവർ ശ്രമിക്കുന്നതിനെ കുറിച്ച് നീ ജാഗ്രത പാലിക്കണം എന്നാണ്. അവർക്ക് നീ താക്കീത് നൽകണം. ബോധപൂർവം അവർ നിന്റെ ചില പ്രമാണങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. فَإِن تَوَلَّوْا فَاعْلَمُوا أَنَّمَا يُرِيدُ اللَّهُ أَن يُصِيبَهُم بِبَعْضِ ذُنُوبِهِمْ. അവർ ചെയ്ത ചില തെറ്റ് കാരണം അവരെ ശിക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. وَإِنَّ كَثِيرًا مِنَ النَّاسِ لَفَاسِقُونَ. ബഹുഭൂരിപക്ഷം ആളുകളും അധാർമികത പിൻപറ്റുന്ന ആൾക്കാരാണ്. അധികം ആളുകൾക്കും ഇഷ്ടം
അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ ജീവിക്കലാണ് എന്നാണ്. അഫഹുക്കുമുൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ. ആ അജ്ഞാത കാലമില്ലേ, സംസ്കാരമില്ലാത്ത ധർമ്മമില്ലാത്ത നബിസ്ലാസം വരുന്നതിന് മുമ്പുള്ളൊരു കാലല്ലേ, ആ കാലത്തെ വിധിയാണോ അവരാഗ്രഹിക്കുന്നത്? അവർക്ക് അതാണ് ഇഷ്ടം. അന്നത്തെ വ്യഭിചാരം, അന്നത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അന്നത്തെ മദ്യം, അന്നത്തെ ലഹരി, അതിലേക്ക് കൊണ്ടുവരാനാണ് അവർക്കിഷ്ടം. ജാഹിലിയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇഷ്ടം. നീ പറയുന്ന നിയമങ്ങളും സംസ്കാരങ്ങളും ധർമ്മങ്ങളൊന്നും അവർക്കിഷ്ടല്ല. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യുഖിനൂൻ. ദൃഢവിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞ നിയമത്തെക്കാളും നല്ല നിയമം ഏതാണ്? ഇപ്പൊ സുഹൃത്തുക്കൾ, അള്ളാഹു പറഞ്ഞ നിയമങ്ങളാണ് ഏറ്റവും നല്ല നിയമം. അതിൽ നിന്ന് തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നതാണ്. അത് എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാകണമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാഹ്യമായി വേഷങ്ങളിലും രൂപങ്ങളിലും വരുന്ന മാറ്റം. പിന്നെ നമ്മൾ കുട്ടികൾ ചോദിക്കുകയാണ്. എന്താ കുട്ടികൾ ചോദിക്കണം സുഹൃത്തുക്കൾ? കല്യാണം കഴിക്കേണ്ടതുണ്ടോ? വിവാഹം കഴിക്കേണ്ടത് നിർബന്ധമാണോ? എനിക്കൊരു ജോലിയൊക്കെ ഉണ്ടായിപ്പോ ഞാൻ അങ്ങനെയാണ് ജീവിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വാപ്പ? ചോദിക്കണം. ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? നാം ആലോചിക്കുന്നത് ഒറ്റ സംഭവമല്ല. ഇതിന്റെ മുന്നേ ജെൻഡർ യൂണിഫോം വന്നു. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ വസ്ത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അത് സംഭവിക്കുന്നതോടുകൂടെ എത്ര വലിയ അപകടങ്ങളാണ് സംഭവിക്കുക. ഒരാണ് അടുത്ത് വരുമ്പോൾ, ഒരു പെണ്ണ് അടുത്ത് വരുമ്പോൾ തങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, വല്ലാതെ ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ചത് എന്താണെങ്കിലും അയിത്തം കൊണ്ടല്ല സുഹൃത്തുക്കളെ. മറിച്ച് അതിൽ ചെറിയൊരു സൂക്ഷ്മത കുറവ് പറ്റിയാൽ പ്രയാസം ഉണ്ടാവും. അത് എപ്പോഴാണ് മനസ്സിലാവുക നിങ്ങൾ? ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റാത്ത ഒരുത്തന്റെ കൂടെ പോകണമെന്ന് നിങ്ങളുടെ മകൾ പറയുമ്പോൾ മനസ്സിലാവും. മകൻ പറയുമ്പോൾ മനസ്സിലാവും. ഒരിക്കലും നമ്മുടെ മതത്തിനോടോ വിശ്വാസത്തിനോടോ സംസ്കാരത്തിനോടോ യോജിക്കാത്ത, അത് വേണ്ട. എല്ലാ പെണ്ണിന്റെ കോലമുള്ള നമ്മുടെ മകള് എന്താണ്, ഞാനൊരാണാണ്, അതുകൊണ്ട് എന്നെ പറ്റിയൊരു എന്നോടൊരു വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊന്നും പറയരുത്. ഏക മകൻ നിങ്ങളോട് പറയാണ്, ഞാനൊരു പെണ്ണാണ്, ഒരു കല്യാണം കഴിക്കാനൊന്നും വാപ്പിമ്മി എന്നോട് പറയരുത് എന്നൊരു നല്ല മരുമകളെയും ഒരു കുടുംബജീവിതം മക്കൾക്ക് ആഗ്രഹിച്ചു നിൽക്കുന്ന വാപ്പനോടും വേണം പറയുമ്പോഴാണ് മനസ്സിലായത്. അല്ലെ, ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും ഏകാധിപതിയായിട്ടുള്ള ഒരു തലവൻ ഈ അടുത്ത ദിവസം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ പറഞ്ഞത്? ആകെ 2 വർഗമുള്ളൂ, ജെൻഡർ 2 എണ്ണുള്ളൂ, ആണും പെണ്ണുള്ളൂ. അത് ഖുർആൻ പറഞ്ഞാണ്. ഇതൊക്കെ ലോകത്തേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്തവർക്ക് എന്തേ പറയേണ്ടി വന്നത്? ലോകത്തെ വലിയ മുതലാളിമാരും സമ്പന്നന്മാരും വീട്ടിലെ പെൺമക്കൾ വന്ന് പറഞ്ഞു, എന്ത്, ഞാൻ ആണാണ്, അല്ലെങ്കിൽ ഞാനൊരു ലെസ്ബിയനാണ് എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോ ഈ സംസ്കാരങ്ങൾ എത്രമാത്രം അപകടകരമാണെന്ന് അന്ന് തിരിച്ചറിയും. ഇന്ന് അഭിഹിതങ്ങൾക്കും ആണും പെണ്ണും ഇടകലങ്ങാത്തൊരു പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരാൺകുട്ടി ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പെൺകുട്ടി വന്നിരുന്നാൽ ഇത് എന്നെപ്പോലെ ഒരു ആൺകുട്ടി വന്നിരുന്ന പോലെ ഞാൻ വിചാരിച്ചാൽ മതി എന്ന സാംസ്കാരികം, എന്ന ഈ ബോധം മനസ്സിലേക്ക് പകർന്നു നൽകിയത് കൊണ്ട് ഇന്നതൊരു പ്രശ്നമല്ലാതായി മാറി. എല്ലാം നോർമലൈസ് ചെയ്ത് വന്നു. മദ്യം അത് നമ്മുടെ നാടിന്റെ പാനീയമാണ്, കുറച്ചൊക്കെ കുടിക്കാതെ. അതല്ലേ, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യൻ അനുഭവിക്കേണ്ട സുഖങ്ങളാണ്, കുറച്ചൊക്കെ അനുവദിച്ചു കൊടുക്കണം. എത്രമാത്രം പറയാൻ ധൈര്യപ്പെട്ടു വരെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോയി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ ബോധവൽക്കരണത്തിന്റെ ആഴം മനസ്സിലായിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് വിവാഹം നടത്തുക. ആദ്യം ഒന്നിച്ച് ജീവിച്ചു നോക്കുക കുറച്ചു കാലം. അപ്പൊ നമ്മളെ മക്കളൊക്കെ ഇഷ്ടമുള്ള ഒരു ആണിന്റെ കൂടെ പെണ്ണിന്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചിട്ട് അയാളെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിച്ചു പോവുക, അല്ലെങ്കിൽ പിരിയുക. അങ്ങനെയാണ് ഇനി വിവാഹങ്ങൾ നടക്കേണ്ടത്. അതിന് നമ്മുടെ മക്കൾക്ക് അനുവാദം കൊടുക്കണം എന്ന് എന്ത് ചെയ്യാണ് സമൂഹത്തിൽ പറയാൻ ധൈര്യം കിട്ടും വിധം ഇത്തരം സ്വതന്ത്ര ചിന്തകൾക്കും ലിബറൽ ചിന്തകൾക്കും യഥാർത്ഥത്തിൽ ഇന്ന് പ്രചാരണം ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന സുഹൃത്തുക്കൾ, നമ്മളുടെ നയം എന്താണ്? അത് നമ്മൾ മറന്നു പോകരുത് ഈ തിരക്കിനിടയിൽ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പറ്റൂല, അല്ലാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, പിന്നെ അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഖുർആൻ അനുവദിച്ചിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ്? അല്ലാഹ് പറഞ്ഞത് ചെയ്യാനേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് ചെയ്യാൻ, അതാണ് മതം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാഹ് എന്തു പറഞ്ഞു, റസൂൽ എന്തു പറഞ്ഞു, അതാണ്. അതിൽ പിന്നെ ഒരു ചോയ്സ് നമുക്കില്ല. ഉണ്ടെന്ന് പറയുന്നത്
മതവിരുദ്ധമാണ്. അത് മതത്തെ പൊളിക്കാനാണ്. നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹും റസൂലും പറഞ്ഞതാണ് ദീനെന്ന് അംഗീകരിക്കണം. വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലം മുബീനാ. അള്ളാഹുവിനും റസൂലിനും ആരെതിര് പ്രവർത്തിച്ചോ അവൻ അങ്ങേയറ്റം വഴിപിഴച്ചിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ നിയമത്തിനെതിരായിക്കൊണ്ടൊരു നിയമം ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ദീന് വിട്ടു, അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. അള്ളാഹു റസൂൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. സുമ്മലം യർതാബ്. ഇതൊക്കെ ശരി തന്നെയാണ്, അതിലൊരു സംശയവും രേഖപ്പെടുത്താത്ത ആളുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ, അള്ളാഹും റസൂലും പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കടന്ന് പ്രവർത്തിക്കരുത്. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇതൊക്കെ ആ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത് ധൈര്യമായി പറയാനുള്ള ഒരു കരുത്തുകൂടെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രബോധകന്മാർക്കും ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയെന്ന്. എന്താ സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ വേഷം? എന്താ ഇസ്ലാമിൽ ഒരു സ്ത്രീയുടെ വേഷം എന്താണ്? അതൊന്നും ഒരു അഭിപ്രായ ഭിന്നതക്ക് പോലും അവകാശമില്ലാത്ത വിധം ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുർആൻ സ്ത്രീകളുടെ വസ്ത്രത്തിന് ഉപയോഗിച്ചൊരു പേരുണ്ട്, അല്ലെ? പേരുമെന്നല്ലേ നമ്മൾ വസ്ത്രം മനസ്സിലാക്കുക? പർദ്ദ എന്ന് പറഞ്ഞാൽ ആ പേരുമെന്നല്ലേ ആ വസ്ത്രം മനസ്സിലാക്കല്? പർദ്ദ കാണിച്ചു, പേര് കേട്ടാ പോരെ. ഇസ്ലാം പറഞ്ഞൊരു പേരുണ്ട്. എന്താ സുഹൃത്തുക്കൾ ഖുർആൻ ഉപയോഗിച്ച പേര്? ആ പേരുള്ള വസ്ത്രത്തിന് പടച്ചോന്റെ സ്വീകാര്യത. എന്താണ് ആ വസ്ത്രം? യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. ഓ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, വിശ്വാസിനികളായ സ്ത്രീകളോട്, ഞാൻ റസൂലിനെ അംഗീകരിച്ചു, അള്ളാഹിനെ അംഗീകരിച്ചു എന്ന് പറയുന്ന എല്ലാ പെണ്ണുങ്ങളോടും റസൂലെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. അവിടെ ജിൽബാബ്, ഖുർആൻ ജിൽബാബ്. ജിൽബാബ് എന്താ? മലയാളത്തിൽ മൂടുപടം എന്ന് പറയും. ആകെ കവർ ചെയ്യുന്ന വസ്ത്രം. അത് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അങ്ങനെയാണ് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു. എന്ത് വസ്ത്രം ധരിച്ചാലും അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ദേഹത്തെ കവചമാക്കുന്ന, കവർ ചെയ്യുന്ന ഒരു വസ്ത്രം. അതാ ജിൽബാബ്. അതാ ഖുർആൻ പറഞ്ഞ വസ്ത്രം, ജിൽബാബ്. ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? മുഖം പോലും മറക്കണമെന്ന് പറയും. മുഖവും മുൻകൈയും ഒരു സ്ത്രീക്ക് ഒഴിവാക്കി കൊടുത്താണ്. മുഖം പോലും മറക്കൽ നിർബന്ധമാണെന്ന് വാദിക്കാൻ വരെ ഈ ഒരു പദമാണ്, ജിൽബാബ് എന്നുള്ളൊരു പദമാണ്. എല്ലാം കവചം ചെയ്യുന്ന വസ്ത്രം എന്നാണ്. യകുൻ ഫൗക സിയാബ് മിൻ മുലഹഫത്തിൻ വഖിമാരിൻ വരിദ. ആകെ കവർ ചെയ്ത് നിൽക്കുന്ന തട്ടങ്ങൾ, അതേപോലെ തന്നെ മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ധരിക്കേണ്ടത്. അതിനെന്ത് കിട്ടി? അയഞ്ഞ വസ്ത്രമാവണം. ഉള്ളിലത്തെ വസ്ത്രങ്ങൾ പുറത്ത് കാണാൻ പറ്റൂല. മേലൊരു വസ്ത്രം ഉണ്ടെങ്കിൽ ഉള്ളിൽ വസ്ത്രം വേറെ ഉണ്ടാവൂലേ? കാണാൻ പറ്റൂല. മുഴുവൻ മറയാത്ത വസ്ത്രം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണുന്ന വസ്ത്രമാകാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോ ആ വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുക, അതാണ് ഒരു ഇസ്ലാമികമായി. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീക്ക് എവിടെയും പറയാൻ പറ്റും, ഇത് ഞങ്ങളെ ഇസ്ലാമികമായ വേഷമാണ്, ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് പറയുന്നിടത്തേക്ക് നമ്മുടെ മതബോധം എത്തണം. അത് അഴിച്ചിടാൻ വേണ്ടി പറയുമ്പോൾ ഇത് ദീനിന് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്ന ബോധം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കളുടെ അടിസ്ഥാന പരിഹാരം. അതിനെതിരെ പറയുമ്പോൾ അവരൊരു തീവ്രവാദിയാണ് എന്ന് പറയുന്നിടത്ത്, തീവ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിലും ഒരു നയവും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ അതൊക്കെ. ഒരാൾ ചായ കുടിക്കൂല പറഞ്ഞാൽ എല്ലാവരും പാടെ ചായ എടുക്കും. ഞാൻ ചായ എടുക്കൂല പറഞ്ഞാൽ അയാൾ തീവ്രവാദിയാണ്. അയാൾക്ക് പറ്റാത്തൊരു സാധനം ഒഴിവാക്കിയതുള്ളൂ. നമുക്ക് ചിലൊരു വാദം ഉണ്ടാവില്ല, എനിക്ക് ഇസ്ലാമികമായ ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ച് ഞാൻ പോവുള്ളൂ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ്. ആ ആണും പെണ്ണും ജെൻഡർ യൂണിഫോം വന്നപ്പോൾ ആ ആണും പെണ്ണും, ആണ് പെണ്ണിന്റെ വസ്ത്രവും പെണ്ണ് ആണിന്റെ വസ്ത്രവും ധരിക്കുന്നത് എത്ര കൃത്യമായി പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞൊരു കാര്യം പറയാൻ ഞമ്മക്ക് ആരെ പേടിക്കണം സുഹൃത്തുക്കളെ? എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്? അർറജുൽ യൽബിസു ലുബ്സത്തൽ മറ, ഒരു പെണ്ണിന്റെ വസ്ത്രം ഒരാണ് ധരിക്കാം. വൽ മർഅതു തൽബിസു ലുബ്സത്തർ റജുൽ, ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കാം. രണ്ടും അങ്ങനെ ചെയ്യുന്നവരെ ലഅന റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ ശപിച്ചു എന്നാണ്. ഒരു കാര്യത്തെ വിരോധിക്കുമ്പോൾ ശാപമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമായ സാക്ഷിയാണ്. നമ്മളെ മക്കളൊക്കെ അവിടുന്ന് മാറ്റിക്കൊണ്ടതിന്റെ സുഹൃത്ത്, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ മക്കൾ, എന്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ
അതിപ്പറഞ്ഞ ഡ്രസ്സിലെ പുറത്തുള്ളങ്ങളും നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ മാറ്റം ഉണ്ടാവും. നമ്മൾ അവിടെ നിൽക്കണം. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാത്ത വല യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അല്ല നോക്കാത്ത ആൾക്കാരെ എണ്ണിയപ്പോ അതിലും എണ്ണനി. അൽ ആഖു വാലിദൈ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ആള്, വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീ എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞു. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഹദീസുകളിൽ നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇതിനൊക്കെ ചില നിയമങ്ങളുടെ സുഹൃത്തുക്കളെ. പക്ഷെ ഇസ്ലാം എല്ലാം വളരെ യുക്തിപരമായിട്ടാണ് പറയണത്. എല്ലാവർക്കും മനസ്സിലാണ് രൂപത്തിലാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരാണും പെണ്ണും ഇടപഴകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആണും പെണ്ണും ഇടപഴകാൻ പറ്റില്ലെന്ന് പറയുന്ന വ്യക്തമായ ഹദീസുകളോ ആയത്തുകളോ നമ്മൾ കാണൂല. എന്നാ അതിന്റെ അർത്ഥം ഇടപഴകാൻ പറ്റൂല എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്താ, ഒരാണും പെണ്ണിനും എന്ത് ചെയ്യലും ഇടപഴകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് വലിയ ഗൗരവമായിട്ട് വേണ്ടത്. പിന്നെ തവാഫിന് പോകുമ്പോൾ മക്കത്തിലൊക്കെ ആണും പെണ്ണും യാത്ര ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യും, ഒന്നിച്ചു ചേരുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ അതിന് ഇസ്ലാം നിശ്ചയിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, ആണും പെണ്ണും ഒന്നിച്ചാകുമ്പോൾ ഞങ്ങൾ കൂടിച്ചേരാൻ പറ്റാത്തവരാണ്, ഒരകലം കാത്തു സൂക്ഷിക്കേണ്ടവരാണെന്നുള്ള ബോധമുണ്ടാക്കാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് ഇസ്ലാം ചെയ്തത്. വളരെ കൃത്യമായിട്ട് ആണും പെണ്ണും ഒറ്റക്കാവാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, ആണും പെണ്ണും ഒന്നിച്ചുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് വരാൻ പാടില്ല. ആരും കാണാത്തൊരു സ്ഥലത്ത് ഒറ്റക്ക് നിൽക്കാൻ പാടില്ല. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. എത്ര ആളുകൾ കൂടെ ഉണ്ടായാലും ഏത് കോലത്തിലൊരു പെണ്ണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും ആണ് പ്രത്യക്ഷപ്പെട്ടാലും നോക്കാൻ പാടില്ല. അത് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു, കാണാൻ പാടില്ല. നമ്മൾ മുന്നിലുണ്ടെങ്കിലും എന്ത് ചെയ്യും, നോക്കാതെ നിൽക്കണം എന്നാണ്. കണ്ണുകളെ സൂക്ഷിക്കണം, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. പിന്നെ സൗന്ദര്യം, എന്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള നിലക്കുള്ള അണിഞ്ഞൊരുങ്ങിയ ഒരു സൗന്ദര്യ പ്രകടനം പാടില്ല എന്ന് വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹ. പിന്നെ വൽ യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഒരു സ്ത്രീക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്താണ്, അവരുടെ ശിരോവസ്ത്രങ്ങളെ മാറിടത്തിലൂടെ തൂക്കിയിടണം. ഇതൊക്കെ ഒരേ ആയത്തിലാണ് അള്ളാഹു പറയുന്നത്. വലാ യുബ്ദീന സീന. ചില ആൾക്കാരെ എണ്ണി പറഞ്ഞ് ഭർത്താവ്, പിതാവ്, സഹോദരൻ, ഇങ്ങനെ എന്തിനാ കുറച്ച് ആൾക്കാരെ എണ്ണി പറഞ്ഞത് എന്തിനാ സുഹൃത്തുക്കൾ? ആ എണ്ണി പറയപ്പെട്ട പുരുഷന്മാരോടും മറ്റു പുരുഷന്മാരോടും ഒരു സ്ത്രീ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വളരെ കൃത്യമായി ഓരോന്നും എന്ന് പറഞ്ഞാൽ, ആ ഒരു സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ച് ബോധമില്ലാത്ത ചെറിയ കുട്ടികളാണെങ്കിൽ അവിടങ്ങൾ അതിനനുസരിച്ചുള്ള സൂക്ഷ്മത മതി. അതേപോലെ തന്നെ വളരെ വാർദ്ധക്യം വന്ന സ്ത്രീകളാണ്, അവർക്ക് അത്തരം വൈകാരിക ചിന്തകളോ ശാരീരികമായ ഒരു അവസ്ഥകളോ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കും ചില ഇളവുകൾ അനുവദിച്ചിട്ടൊക്കെ ഈ ആയത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായി ഇടപഴകലിന്റെ ശരിയായ ഇസ്ലാമിക മാനത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. ഒരു നിലപാടുണ്ടല്ലോ, അത് പറയാനുള്ള ധൈര്യം പോലും ആൾക്കാർക്കില്ല. അതൊക്കെ ഇമ്മ എന്നാണ്, കൂടികളാകരുത്. നാട്ടിലെല്ലാവരും എന്താണ് അതാണ് ശരിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇനി മോശമാകണ്ട വിചാരിച്ച് നമ്മളതിന്റെ കൂടേണ്ട ഒരു കാര്യമില്ല. തഖൂലൂൻ ഇൻ അഹ്സനന്നാസു അഹ്സന. ജനങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യും, നല്ലത് ചെയ്യുന്ന. വൈൻ ദലമു ദലംന. അവർ അക്രമം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അക്രമം ചെയ്യുന്ന. അങ്ങനെയല്ലേ വേണ്ടത്. വലാക്കിൻ വഖ്തിനു അൻഫുസകും. നിങ്ങൾക്കൊരു നിലപാട് വേണമെന്നാണ്. നമ്മളെ ദീനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു നിലപാട് നമുക്ക് ഉറപ്പിച്ചു വേണം എന്നാണ്. ജനങ്ങൾ നന്മ ചെയ്താൽ നന്മ ചെയ്തോളും. പക്ഷെ വൈൻ അസ്സാഉ, ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ പല തുലിമു, നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല. നമ്മളുടെ നിലപാട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. എന്നാൽ ചില പ്രസ്താവനകളും ചില വാക്കുകളൊക്കെ ഇങ്ങനത്തെ ഇസ്ലാമിക വിരുദ്ധ പ്രചാരണങ്ങൾ പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വാക്കുകൾ പറയുന്നത് വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണ്, ഇത് നബി സ്വല്ലല്ലാഹു അള്ളാഹു കൊടുത്തൊരു താക്കീതാണ്. എന്താണ് ആ താക്കീത്? നമുക്കറിയാം. റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുന്നുണ്ട്, അവർ ഒരു കാരണവശാലും നീ അവരിലേക്ക് എന്ത് ചെയ്യരുത്, ചാഞ്ഞു പോകരുതെന്നാണ്. അവരിലേക്ക് നീ ഒരിക്കലും അവരുടെ കൂടെ പോകുന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ വഅളല്ലു സബീല. സത്യം കണ്ടിട്ടും കണ്ണ് ചിമ്മുക. ഇത് തെറ്റാണെന്ന് എല്ലാ നിലക്കും അറിയാം, എന്നാലും എന്ത് ചെയ്യുക,
അന്ധത നടിക്കാം. എന്നിട്ടെന്താ പറഞ്ഞത്? വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറഹ്. നിന്നെ തെറ്റിച്ച് കളയാൻ എന്ത് ചെയ്യും? അവർ ശ്രമിക്കും. നാം നിനക്ക് വഹി നൽകിയ കാര്യങ്ങൾ നിന്നെ തെറ്റിച്ച് കളയാൻ. നമ്മുടെ മേലെന്താണ്? അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാനൊക്കെ എന്ത് ചെയ്യും? നിന്നെ അവർ പ്രേരിപ്പിക്കും. അങ്ങനെ ആ പ്രേരണക്ക് വഴങ്ങി അങ്ങനെ നീ അവരെ കൂട്ടുകാരായിട്ട് അവരുടെ ഒരു പ്രശംസയും അവരുടെ ഒരു അഭിനന്ദനമൊക്കെ കിട്ടാൻ വേണ്ടി നീ ഒരുപക്ഷെ അവർക്ക് അനുകൂലമായി പറയാം. അങ്ങനെ പറഞ്ഞാൽ വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ. നിന്നെ ഞാൻ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നീ അല്പമൊക്കെ അവരിലേക്ക് ചെരിഞ്ഞു പോകും. അങ്ങനെ അള്ളാഹുവിന്റെ വഹീന്റെ വിരുദ്ധമായ, മതത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ആരുടെയെങ്കിലൊക്കെ ആശംസയും പ്രശംസയൊക്കെ കിട്ടാൻ വേണ്ടി ചെരിഞ്ഞു പോയാൽ എന്താ ഉണ്ടാകുക എന്ന് ആരോടെ പറഞ്ഞോ? നിങ്ങൾ നബിനോട് അള്ളാഹു പറഞ്ഞ വാക്ക് കേട്ടോളി. നിങ്ങൾ ഇതല്ല നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ ഞാൻ നിന്നെ അനുഭവിക്കും. പിന്നെ നിനക്ക് ഒരു സഹായിയും കണ്ടെത്താൻ പറ്റില്ല. ഇവിടെയൊക്കെ സുഹൃത്തുക്കളെ വളരെ ശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾക്കുള്ളിൽ നിന്ന് നിലകൊള്ളാൻ എന്ത് ചെയ്യണം പറയും. കുറച്ചൊക്കെ വിഷമം ഉണ്ടാവും, ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും, അതേപോലെ തന്നെ നമ്മുടെ ജോലിക്കും ജീവിതത്തിനും ഒക്കെ പ്രതികൂലത വരും. നമ്മുടെ കച്ചവടത്തിനും നമ്മുടെ വരുമാനത്തിനും ഒക്കെ പ്രശ്നം വന്നോട്ടെ എന്ന്. അത് അള്ളാഹു അഡ്വാൻസ് ആയിട്ട് റസൂലിനോട് പറഞ്ഞ കാര്യമാക്കും. ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് മനസ്സിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്, അത് നമുക്കറിയാം. അവർ നിന്നെയല്ല പ്രവാചകരെ കളവാക്കുന്നത്, നിന്നെ കളവാക്കി നിന്നെ എതിർത്തു എന്നല്ല നീ വിചാരിക്കണം. അവർ കളവാക്കുന്നത് അവർ നിഷേധിക്കുന്ന അള്ളാനെയാണ്. അതുകൊണ്ട് അള്ള കൈകാര്യം ചെയ്യും. ചില കാര്യങ്ങൾ നമുക്ക് അള്ളാഹു ഉറപ്പ് വന്നിട്ടുണ്ട്. എന്താ ഉറപ്പെന്ന് വെച്ചാൽ ഇങ്ങനെ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രമാണങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ആ പരിഹസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ തീരുമാനം ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. ഈ പരിഹസിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു, അതിന് ഞാൻ മദീനാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ നാസിർ സാദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഖദ് ഫഅല അല്ലാഹു തആല, അല്ലാഹ് റസൂലുള്ളാഹിനെ പരിഹസിച്ച പോലെ ഞാൻ കൈകാര്യം ചെയ്യാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അത് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഫഇന്നഹു മാ തലാഗറ അഹദുൻ ബിൽ ഇസ്തിഹ്സാഇ ബിറസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും ലോകത്ത് ഇന്നേ വരെ പരിഹസിച്ചിട്ടുണ്ടോ? വബിമാ ജാഅ ബിഹി, റസൂലുള്ളാഹ് കൊണ്ടുവന്നതിനെയും ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അഹ്ലകഹുല്ലാഹു, അല്ലാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ട്. വഖതലഹു ശർറ ഖത്ല, ഏറ്റവും മോശമായ രൂപത്തിൽ അവനെന്ത് കൊല്ലപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അത്ര കൃത്യമായി പ്രമാണത്തിൽ നമുക്ക് ഉറപ്പു തരുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. ഇത് വിജയിക്കും. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദിൽ ഹഖ്. ആ പ്രമാണപ്രകാരം നമ്മൾ മുന്നിൽ പോയാൽ എല്ലാ ആദർശങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ദീന് അതിജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബം നശിക്കും, നമ്മുടെ കുട്ടികളുടെ ജീവിതം നശിക്കും, ഭാവിയിൽ ദീനിന്റെ നിലനിൽപ്പിനെ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് മതവിരുദ്ധതയും അധാർമികതയും ദൈവനിഷേധവും നിർബന്ധപൂർവം സ്വാധീനങ്ങൾ ഉപയോഗിച്ച്, സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ദീനിനെയും മൊത്തത്തിൽ എല്ലാ മതങ്ങളും കാത്തുസൂക്ഷിക്കുന്ന സംസ്കാരങ്ങളെയും ധർമ്മങ്ങളെയും നശിപ്പിക്കുവാനുള്ള മതവിരുദ്ധത എന്നുള്ളത് ഇസ്ലാമിനെതിരെ മാത്രമല്ല തന്നെ. മതവിരുദ്ധത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും നശിപ്പിക്കാൻ ഉപകരിക്കുന്നതാണ് ആ മതവിരുദ്ധതയും അതിന്റെ പ്രചാരണങ്ങളും. അതൊന്നാൽ സമയം മനസ്സിലാക്കി ദീനിന്റെ കാര്യങ്ങളിൽ ഒരു ജാഗ്രത, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ജാഗ്രത ഈ വിഷയത്തിലെല്ലാം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയാം. അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ, നമ്മൾ വിചാരിക്കാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇത് പോകും. അള്ളാഹു എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.